ഹായ് ഓൾ. LDC-LGS 1000 മുൻവർഷ ചോദ്യങ്ങളിലൂടെ എന്ന സീരീസിലെ രണ്ടാമത്തെ പാർട്ടാണ് ഇന്ന് ചെയ്യാൻ പോകുന്നത്. ക്ലാസ് മുഴുവനായിട്ട് കാണാനായി ശ്രമിക്കുക. റിപ്പീറ്റ് ചെയ്ത് പറയുന്ന ക്വസ്റ്റ്യൻസ് ക്ലാസ്സിൽ കാണുന്നതിന് കൂടെ തന്നെ പഠിക്കാനായിട്ട് ശ്രമിക്കുക. ഇന്ത്യയുടെ ആദ്യ തദ്ദേശീയ റഡാർ ഇമേജിംഗ് ഉപഗ്രഹം ഏത്? റീസാറ്റ് 1. ഇന്ത്യയുടെ ആദ്യ തദ്ദേശീയ റഡാർ ഇമേജിംഗ് ഉപഗ്രഹമാണ് റീസാറ്റ് 1. ഹരിറാണി എന്നറിയപ്പെടുന്ന പച്ചക്കറി ഇനം ഏത്? ക്യാബേജ്. ഹരിറാണി എന്നറിയപ്പെടുന്ന പച്ചക്കറി ഇനമാണ് ക്യാബേജ്. ഐക്യരാഷ്ട്ര സംഘടനയുടെ ഭരണനിർവഹണ ഘടകമാണ് സെക്രട്ടേറിയറ്റ്. ഐക്യരാഷ്ട്ര സംഘടനയുടെ ഭരണനിർവഹണ ഘടകം സെക്രട്ടേറിയറ്റ്. 1945 സോവിയറ്റ് സേന ഉപരോധിച്ച ജർമ്മൻ തലസ്ഥാനം ഏത്? ബെർലിൻ. 1945 സോവിയറ്റ് സേന ഉപരോധിച്ച ജർമ്മൻ തലസ്ഥാനമാണ് ബെർലിൻ. സിറോഫ്താൽമിയ ഏത് വൈറ്റമിൻ്റെ അപര്യാപ്തത രോഗമാണ്? വിറ്റാമിൻ എ. സിറോഫ്താൽമിയ ഏത് വിറ്റാമിൻ്റെ അപര്യാപ്തത കൊണ്ടുണ്ടാകുന്ന രോഗമാണ്? വിറ്റാമിൻ എയുടെ. 1945 സോവിയറ്റ് സേന ഉപരോധിച്ച ജർമ്മൻ തലസ്ഥാനമാണ് ബെർലിൻ. ഐക്യരാഷ്ട്ര സംഘടനയുടെ ഭരണനിർവഹണ ഘടകം സെക്രട്ടേറിയറ്റ്. ഹരിറാണി എന്നറിയപ്പെടുന്ന പച്ചക്കറി ഇനമാണ് ക്യാബേജ്. ഇന്ത്യയുടെ ആദ്യ തദ്ദേശീയ റഡാർ ഇമേജിംഗ് ഉപഗ്രഹം റീസാറ്റ് 1. വംശനാശ ഭീഷണി നേരിടുന്ന ഒരു ജീവിയാണ് മലബാർ വെരുക്. വംശനാശ ഭീഷണി നേരിടുന്ന ഒരു ജീവി മലബാർ വെരുക്. മാനിഹോട്ട് യൂട്ടിലിസിമ എന്നത് ഏതിൻ്റെ ശാസ്ത്രീയ നാമമാണ്? മരച്ചീനി. മരച്ചീനിയുടെ ശാസ്ത്രീയ നാമമാണ് മാനിഹോട്ട് യൂട്ടിലിസിമ എന്നത്. ഒരു ഇക്കോളജിക്കൽ ഹോട്ട്സ്പോട്ടിന് ഉദാഹരണമാണ് പശ്ചിമഘട്ടം. ഒരു ഇക്കോളജിക്കൽ ഹോട്ട്സ്പോട്ടിന് ഉദാഹരണമാണ് പശ്ചിമഘട്ടം. ശ്വസനത്തിൽ ഉപയോഗിക്കുന്ന വാതകം ഓക്സിജൻ. ശ്വസനത്തിൽ ഉപയോഗിക്കുന്ന വാതകമാണ് ഓക്സിജൻ. ജീവന്റെ ഉത്ഭവം എവിടെയാണ്? സമുദ്രത്തിൽ. ജീവന്റെ ഉത്ഭവം സമുദ്രത്തിലാണ്. ജലം ഐസാകുന്ന താപനിലയാണ് 0 ഡിഗ്രി സെൽഷ്യസ്. ജലം ഐസാകുന്ന താപനില 0 ഡിഗ്രി സെൽഷ്യസ്. ജീവന്റെ ഉത്ഭവം സമുദ്രത്തിലാണ്. ശ്വസനത്തിന് ഉപയോഗിക്കുന്ന വാതകം ഓക്സിജൻ. ഒരു ഇക്കോളജിക്കൽ ഹോട്ട്സ്പോട്ടിന് ഉദാഹരണമാണ് പശ്ചിമഘട്ടം. മാനിഹോട്ട് യൂട്ടിലിസിമ എന്നത് ഏതിൻ്റെ ശാസ്ത്രീയ നാമമാണ്? മരച്ചീനി. വംശനാശ ഭീഷണി നേരിടുന്ന ഒരു ജീവിയാണ് മലബാർ വെരുക്. മനുഷ്യന്റെ ഏത് പ്രവർത്തനങ്ങളാണ് സമുദ്ര പരിസ്ഥിതിയുടെ സന്തുലിതാവസ്ഥയ്ക്ക് കോട്ടം ഉണ്ടാക്കുന്നത്? സമുദ്ര മലിനീകരണം. സമുദ്ര മലിനീകരണമാണ് മനുഷ്യന്റെ സമുദ്ര പരിസ്ഥിതിയുടെ സന്തുലിതാവസ്ഥയ്ക്ക് കോട്ടമുണ്ടാക്കുന്നത്. ഇന്ത്യയിലെ ആദ്യത്തെ ലൈഫ് ഇൻഷുറൻസ് സ്ഥാപനമാണ് ഓറിയന്റൽ ലൈഫ് ഇൻഷുറൻസ്. ഇന്ത്യയിലെ ആദ്യത്തെ ലൈഫ് ഇൻഷുറൻസ് സ്ഥാപനമാണ് ഓറിയന്റൽ ലൈഫ് ഇൻഷുറൻസ്. 1977 ഗ്രീൻ ബെൽറ്റ് മൂവ്മെന്റ് എന്ന പരിസ്ഥിതി സംഘടന ആരംഭിച്ച വനിതയാണ് വാങ്കാരി മാതായ്. 1977 ഗ്രീൻ ബെൽറ്റ് മൂവ്മെന്റ് എന്ന പരിസ്ഥിതി സംഘടന ആരംഭിച്ച വനിതയാണ് വാങ്കാരി മാതായ്. സൗരയൂഥത്തിൽ നിന്നും പുറത്താക്കപ്പെട്ട ഗ്രഹം പ്ലൂട്ടോ. സൗരയൂഥത്തിൽ നിന്നും പുറത്താക്കപ്പെട്ട ഗ്രഹമാണ് പ്ലൂട്ടോ. കേരളത്തിലെ ആദ്യ ജലവൈദ്യുത പദ്ധതി പള്ളിവാസൽ. കേരളത്തിലെ ആദ്യ ജലവൈദ്യുത പദ്ധതിയാണ് പള്ളിവാസൽ. പോവർട്ടി ആൻഡ് അൺബ്രിട്ടീഷ് റൂൾ ഓഫ് ഇന്ത്യ എന്ന പുസ്തകം രചിച്ചത് ദാദാബായ് നവറോജി. പോവർട്ടി ആൻഡ് അൺബ്രിട്ടീഷ് റൂൾ ഓഫ് ഇന്ത്യ എന്ന പുസ്തകം രചിച്ചത് ദാദാബായ് നവറോജി. ഏതു പദാർത്ഥത്തിന്റെ അഭാവം മൂലമാണ് ശൂന്യാകാശത്ത് ശബ്ദം കേൾക്കാൻ സാധിക്കാത്തത്? വായു. വായുവിന്റെ അഭാവം മൂലമാണ് ശൂന്യാകാശത്ത് ശബ്ദം കേൾക്കാൻ സാധിക്കാത്തത്. മനുഷ്യൻ സസ്തനികളിലെ ഉയർന്ന വർഗമായ ഡേഷ് എന്ന ഗണത്തിൽപ്പെട്ടവയാണ്? പ്രൈമേറ്റുകൾ. മനുഷ്യൻ സസ്തനികളിലെ ഉയർന്ന വർഗമായ പ്രൈമേറ്റുകൾ എന്ന വർഗത്തിൽപ്പെട്ടവരാണ്. ആറ്റത്തിന്റെ ന്യൂക്ലിയസിലുള്ള ചാർജ് ഇല്ലാത്ത കണമാണ് ന്യൂട്രോൺ. ആറ്റത്തിന്റെ ന്യൂക്ലിയസിനുള്ളിലെ ചാർജ് ഇല്ലാത്ത കണം ന്യൂട്രോൺ ആണ്. കാലിത്തീറ്റ, ജൈവവളം എന്നിവയുടെ നിർമ്മാണത്തിന് ഉപയോഗിക്കുന്ന കടൽ സസ്യങ്ങൾ ഏതാണ്? ആൽഗകൾ. കാലിത്തീറ്റ, ജൈവവളം എന്നിവയുടെ നിർമ്മാണത്തിന് ഉപയോഗിക്കുന്ന കടൽ സസ്യങ്ങളാണ് ആൽഗകൾ.
വിവരാവകാശ നിയമം നിലവിൽ വന്ന വർഷം 2005. വിവരാവകാശ നിയമം നിലവിൽ വന്ന വർഷമാണ് 2005. ആറ്റത്തിലെ ന്യൂക്ലിയസിലെ ചാർജ് ഇല്ലാത്ത കണം ന്യൂട്രോൺ. കേരളത്തിൽ കടലുമായി നേരിട്ട് ബന്ധമുള്ള കായലുകളുടെ എണ്ണം 27. കേരളത്തിൽ കടലുമായി നേരിട്ട് ബന്ധമുള്ള കായലുകളുടെ എണ്ണമാണ് 27. ഇക്കോ വന്യജീവി ടൂറിസത്തിന് പ്രസിദ്ധമായ ബിട്ടാർ കണിക എവിടെ സ്ഥിതി ചെയ്യുന്നു? ഇക്കോ വന്യജീവി ടൂറിസത്തിന് പ്രസിദ്ധമായ ബിട്ടാർണിക എവിടെ സ്ഥിതി ചെയ്യുന്നു? ഒഡീഷ. ആദ്യത്തെ വാക്സിൻ കണ്ടുപിടിച്ചത് എഡ്വേർഡ് ജെന്നർ. ആദ്യത്തെ വാക്സിൻ കണ്ടുപിടിച്ചത് എഡ്വേർഡ് ജെന്നർ ആണ്. സൈലന്റ് വാലിയിലൂടെ ഒഴുകുന്ന നദിയാണ് കുന്തിപ്പുഴ. സൈലന്റ് വാലിയിലൂടെ ഒഴുകുന്ന നദി കുന്തിപ്പുഴ. എബോളയുടെ രോഗകാരിയാണ് വൈറസ്. എബോള രോഗത്തിന് കാരണമായത് വൈറസ് ആണ്. സൈലന്റ് വാലിയിലൂടെ ഒഴുകുന്ന നദി കുന്തിപ്പുഴ. ആദ്യത്തെ വാക്സിൻ കണ്ടുപിടിച്ചത് എഡ്വേർഡ് ജെന്നർ. ഇന്ത്യയിലെ ഏറ്റവും വലിയ കണ്ടൽക്കാടുകൾ ഒരു കടുവ സംരക്ഷണ കേന്ദ്രം കൂടിയാണ്. ഇത് ഏത് സംസ്ഥാനത്ത് കാണപ്പെടുന്നു? പശ്ചിമ ബംഗാൾ. കേരളത്തിലെ കുരുമുളക് ഗവേഷണ കേന്ദ്രം സ്ഥിതി ചെയ്യുന്നത് പന്നിയൂർ. കേരളത്തിലെ കുരുമുളക് ഗവേഷണ കേന്ദ്രം സ്ഥിതി ചെയ്യുന്നത് പന്നിയൂരാണ്. പട്ടികജാതിക്കാർ കൂടുതലുള്ള കേരളത്തിലെ ജില്ല പാലക്കാട്. പട്ടികജാതിക്കാർ കൂടുതലുള്ള കേരളത്തിലെ ജില്ലയാണ് പാലക്കാട്. കേരളത്തിൽ കുരുമുളക് ഗവേഷണ കേന്ദ്രം സ്ഥിതി ചെയ്യുന്നത് പന്നിയൂർ. അന്താരാഷ്ട്ര യോഗാ ദിനം ജൂൺ 21. അന്താരാഷ്ട്ര യോഗാ ദിനമായി ആചരിക്കുന്നത് ജൂൺ 21. ഏത് ജീവകത്തിന്റെ അപര്യാപ്തത മൂലം ഉണ്ടാകുന്ന രോഗമാണ് കണ അല്ലെങ്കിൽ റിക്കറ്റ്സ്? ജീവകം ഡി. ജീവകം ഡിയുടെ അപര്യാപ്തത രോഗമാണ് കണ. വിവരാവകാശ നിയമം നിലവിൽ വന്ന വർഷം 2005. 1857 വിപ്ലവത്തിന്റെ താൽക്കാലിക വിജയത്തെ തുടർന്ന് വിപ്ലവകാരികൾ ഡൽഹി ചക്രവർത്തിയായി വാഴിച്ചത് ആരെയാണ്? ബഹദൂർ ഷാ സഫർ അല്ലെങ്കിൽ ബഹദൂർ ഷാ രണ്ടാമൻ. 1857 വിപ്ലവത്തിന്റെ താൽക്കാലിക വിജയത്തെ തുടർന്ന് വിപ്ലവകാരികൾ ഡൽഹിയിൽ ചക്രവർത്തിയായി വാഴിച്ചത് ബഹദൂർ ഷാ രണ്ടാമൻ. വരാനിരിക്കുന്ന തലമുറകൾക്കുള്ള ഉദാത്ത മാതൃക എന്ന് ഗാന്ധിജിയെ വിശേഷിപ്പിച്ചതാര്? ആൽബർട്ട് ഐൻസ്റ്റീൻ. വരാനിരിക്കുന്ന തലമുറകൾക്കുള്ള ഉദാത്ത മാതൃക എന്ന് ഗാന്ധിജിയെ വിശേഷിപ്പിച്ചത് ആൽബർട്ട് ഐൻസ്റ്റീൻ ആണ്. എല്ലാ പ്രവൃത്തിക്കും തുല്യവും വിപരീതവുമായ ഒരു പ്രവൃത്തി ഉണ്ടായിരിക്കും. ഐസക് ന്യൂട്ടന്റെ എത്രാമത്തെ ചലന നിയമമാണിത്? 3. എല്ലാ പ്രവൃത്തിക്കും തുല്യവും വിപരീതവുമായ പ്രവൃത്തി ഉണ്ടായിരിക്കുമെന്നത് ഐസക് ന്യൂട്ടന്റെ 3ാം ചലന നിയമവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു. കേരളത്തിലെ ജനസാന്ദ്രത ഏറ്റവും കുറഞ്ഞ ജില്ലയാണ് ഇടുക്കി. കേരളത്തിലെ ജനസാന്ദ്രത ഏറ്റവും കുറഞ്ഞ ജില്ല ഇടുക്കി. ശബ്ദത്തിന്റെ യൂണിറ്റ് ഡെസിബൽ. ശബ്ദത്തിന്റെ യൂണിറ്റ് ആണ് ഡെസിബൽ. സൗരയൂഥത്തിലെ ഗ്രഹങ്ങളുടെ എണ്ണം 8 ആണ്. സൗരയൂഥത്തിലെ ഗ്രഹങ്ങളുടെ എണ്ണം 8. നീതി ആയോഗിന്റെ ചെയർമാൻ പ്രധാനമന്ത്രി. നീതി ആയോഗിന്റെ ചെയർമാനാണ് പ്രധാനമന്ത്രി. ഒരു പോളിമറായ പോളിത്തീന്റെ മോണോമർ ഏതാണ്? ഈഥീൻ. ഒരു പോളിമറായ പോളിത്തീന്റെ മോണോമറാണ് ഈഥീൻ. കേരളത്തിന് മാഗ്നാകാട്ട എന്നറിയപ്പെടുന്ന സംഭവം ക്ഷേത്രപ്രവേശന വിളംബരം. കേരളത്തിന് മാഗ്നാകാട്ട എന്നറിയപ്പെടുന്ന സംഭവമാണ് ക്ഷേത്രപ്രവേശന വിളംബരം. ദേശീയ മനുഷ്യാവകാശ കമ്മീഷനിൽ അധ്യക്ഷനെ കൂടാതെ എത്ര അംഗങ്ങളുണ്ട്? 4. ദേശീയ മനുഷ്യാവകാശ കമ്മീഷനിൽ അധ്യക്ഷനെ കൂടാതെ 4 അംഗങ്ങളാണുള്ളത്. 1922 കിഴക്കൻ അയർലൻഡിലെ 26 പ്രവിശ്യകൾ ഉൾപ്പെടുത്തി രൂപീകരിച്ച സ്റ്റേറ്റ് ആണ് ഐറിഷ് ഫ്രീ സ്റ്റേറ്റ്. 1922 കിഴക്കൻ അയർലൻഡിലെ 26 പ്രവിശ്യകൾ ഉൾപ്പെടുത്തി രൂപീകരിച്ച സ്റ്റേറ്റ് ആണ് ഐറിഷ് ഫ്രീ സ്റ്റേറ്റ്. ഗ്ലോക്കോമ മനുഷ്യശരീരത്തിലെ ഏത് അവയവത്തെ ബാധിക്കുന്നു? കണ്ണ്. ആഫ്രിക്കൻ രാജ്യമായ ഐവറി കോസ്റ്റിലെ പരമോന്നത ബഹുമതി നേടിയ ഇന്ത്യൻ രാഷ്ട്രപതിയാണ് പ്രണബ് കുമാർ മുഖർജി. ആഫ്രിക്കൻ രാജ്യമായ ഐവറി കോസ്റ്റിലെ പരമോന്നത ബഹുമതി നേടിയ ഇന്ത്യൻ രാഷ്ട്രപതിയാണ് പ്രണബ് കുമാർ മുഖർജി. ലോകസഭാ സ്പീക്കർ തന്റെ രാജിക്കത്ത് നൽകേണ്ടത് ആർക്കാണ്? ഡെപ്യൂട്ടി സ്പീക്കർക്ക്. ലോകസഭാ സ്പീക്കർ തന്റെ രാജിക്കത്ത് നൽകേണ്ടത് ഡെപ്യൂട്ടി സ്പീക്കർക്കാണ്. ആഫ്രിക്കൻ രാജ്യമായ ഐവറി കോസ്റ്റിലെ
പരമോന്നത ബഹുമതി നേടിയ ഇന്ത്യൻ രാഷ്ട്രപതിയാണ് പ്രണബ് മുഖർജി. ഗ്ലോക്കോമ മനുഷ്യശരീരത്തിലെ ഏത് അവയവത്തെ ബാധിക്കുന്നു? കണ്ണ്. 1922 കിഴക്കൻ അയർലൻഡിലെ 26 പ്രവിശ്യകൾ ഉൾപ്പെടുത്തി രൂപീകരിച്ച സ്റ്റേറ്റ് ആണ് ഐറിഷ് ഫ്രീ സ്റ്റേറ്റ്. ദേശീയ മനുഷ്യാവകാശ കമ്മീഷനിൽ അധ്യക്ഷനെ കൂടാതെ എത്ര അംഗങ്ങളുണ്ട്? 4. ഹിമാലയത്തിന്റെ നട്ടെല്ല് എന്ന് വിശേഷിപ്പിക്കാവുന്ന ഏറ്റവും ഉയരമേറിയ പർവ്വതനിരയാണ് ഹിമാദ്രി. ഹിമാലയത്തിന്റെ നട്ടെല്ല് എന്ന് വിശേഷിപ്പിക്കാവുന്ന ഏറ്റവും ഉയരമേറിയ പർവ്വതനിര ഹിമാദ്രി. കേരളത്തിന്റെ ഏറ്റവും തെക്കേ അറ്റത്തുള്ള നദിയാണ് നെയ്യാർ. കേരളത്തിന്റെ ഏറ്റവും തെക്കേ അറ്റത്തുള്ള നദി നെയ്യാർ. സാമ്രാജ്യത്വത്തിന്റെ ഏറ്റവും പ്രകടമായ പ്രത്യേകതയാണ് ചൂഷണം. സാമ്രാജ്യത്വത്തിന്റെ ഏറ്റവും പ്രകടമായ പ്രത്യേകത ചൂഷണം. വിജയനഗര രാജാവായിരുന്ന കൃഷ്ണദേവരായർ ഏത് രാജവംശത്തിൽ ഉൾപ്പെടുന്നു? തുളുവ. വിജയനഗര രാജാവായിരുന്ന കൃഷ്ണദേവരായർ തുളുവ രാജവംശത്തിൽ ഉൾപ്പെടുന്നു. ജനകീയ പദ്ധതി എന്നറിയപ്പെടുന്ന പഞ്ചവത്സര പദ്ധതിയാണ് 9ാം പഞ്ചവത്സര പദ്ധതി. ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ ചണമില്ലുകളുള്ള സംസ്ഥാനമാണ് പശ്ചിമ ബംഗാൾ. ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ ചണമില്ലുകളുള്ള സംസ്ഥാനമാണ് പശ്ചിമ ബംഗാൾ. ഡൽഹിയിലെ സുൽത്താൻ ഭരണകാലത്തെ വംശങ്ങളുടെ ശരിയായ ക്രമം ഏത്? അടിമ വംശം, ഖിൽജി വംശം, തുഗ്ലക് വംശം, സയ്യിദ് വംശം, ലോധി വംശം. ഡൽഹിയിൽ സുൽത്താൻ ഭരണകാലത്തെ വംശങ്ങളുടെ യഥാർത്ഥ ക്രമമാണ് അടിമ വംശം, ഖിൽജി വംശം, തുഗ്ലക് വംശം, സയ്യിദ് വംശം, ലോധി വംശം. ഇന്ത്യയിൽ മനുഷ്യാവകാശ സംരക്ഷണ നിയമം നിലവിൽ വന്നത് 1993. ഇന്ത്യയിൽ മനുഷ്യാവകാശ സംരക്ഷണ നിയമം നിലവിൽ വന്നത് 1993. മലയൻ ഡ്വാർഫ് ഏത് വിളയുടെ സങ്കര ഇനമാണ്? തെങ്ങ്. മലയൻ ഡ്വാർഫ് എന്നത് തെങ്ങിന്റെ സങ്കര ഇനമാണ്. സമാധാനത്തിനുള്ള നോബൽ സമ്മാനവും മികച്ച മനുഷ്യാവകാശ പ്രവർത്തനത്തിന് 1978 UN അവാർഡും നേടിയ അന്തർദേശീയ സംഘടന ആംനസ്റ്റി ഇന്റർനാഷണൽ. സമാധാനത്തിനുള്ള നോബൽ സമ്മാനവും മികച്ച മനുഷ്യാവകാശ പ്രവർത്തനത്തിന് 1978 UN അവാർഡും നേടിയ അന്തർദേശീയ സംഘടനയാണ് ആംനസ്റ്റി ഇന്റർനാഷണൽ. ലോക് നായിക് എന്ന പേരിൽ അറിയപ്പെടുന്നത് ജയപ്രകാശ് നാരായണൻ. ലോക് നായിക് എന്ന പേരിൽ അറിയപ്പെടുന്നത് ജയപ്രകാശ് നാരായണൻ. മലയൻ ഡ്വാർഫ് ഏത് വിളയുടെ സങ്കര ഇനമാണ്? തെങ്ങ്. ഇന്ത്യയിൽ മനുഷ്യാവകാശ സംരക്ഷണ നിയമം നിലവിൽ വന്നത് 1993. ശരിയായ കാഴ്ചശക്തി ലഭിക്കുന്നതിന് ആവശ്യമായ വിറ്റാമിൻ ഏത്? വിറ്റാമിൻ എ. ശരിയായ കാഴ്ചശക്തി ലഭിക്കുന്നതിന് ആവശ്യമായ വിറ്റാമിനാണ് വിറ്റാമിൻ എ. കേരളത്തിലെ സുഗന്ധവ്യഞ്ജനങ്ങളുടെ കലവറ എന്നറിയപ്പെടുന്ന ജില്ല ഇടുക്കി. കേരളത്തിലെ സുഗന്ധവ്യഞ്ജനങ്ങളുടെ കലവറ എന്നറിയപ്പെടുന്ന ജില്ലയാണ് ഇടുക്കി. പീരിയോഡിക് ടേബിളിലെ ഗ്രൂപ്പുകളുടെ എണ്ണം 18. പീരിയോഡിക് ടേബിളിലെ ഗ്രൂപ്പുകളുടെ എണ്ണം 18ഉം പീരിയഡുകളുടെ എണ്ണം 7ഉമാണ്. പീരിയോഡിക് ടേബിളിലെ ഗ്രൂപ്പുകളുടെ എണ്ണം 18ഉം പീരിയഡുകളുടെ എണ്ണം 7ഉമാണ്. പ്രവൃത്തിയുടെ യൂണിറ്റ് ജൂൾ. പ്രവൃത്തിയുടെ യൂണിറ്റ് ആണ് ജൂൾ. കബനി ഏത് നദിയുടെ പോഷക നദിയാണ്? കാവേരി. കാവേരിയുടെ പോഷക നദിയാണ് കബനി. കാസ്റ്റിക് സോഡ എന്നറിയപ്പെടുന്ന പദാർത്ഥം ഏത്? സോഡിയം ഹൈഡ്രോക്സൈഡ്. കാസ്റ്റിക് സോഡ എന്നറിയപ്പെടുന്നത് സോഡിയം ഹൈഡ്രോക്സൈഡ് ആണ്. രക്തം കട്ട പിടിക്കാതിരിക്കുന്ന രോഗമാണ് ഹീമോഫീലിയ. രക്തം കട്ട പിടിക്കാതിരിക്കുന്ന രോഗം ഹീമോഫീലിയ. കാസ്റ്റിക് സോഡ എന്നറിയപ്പെടുന്ന പദാർത്ഥം സോഡിയം ഹൈഡ്രോക്സൈഡ്. രക്തം കട്ട പിടിക്കാതിരിക്കുന്ന രോഗമാണ് ഹീമോഫീലിയ. സൂര്യപ്രകാശത്തിൽ നിന്ന് ലഭിക്കുന്ന വിറ്റാമിനാണ് വിറ്റാമിൻ ഡി. സൂര്യപ്രകാശത്തിൽ നിന്നും ലഭിക്കുന്ന വിറ്റാമിനാണ് വിറ്റാമിൻ ഡി. 2012 തുടങ്ങി 2017 അവസാനിക്കുന്ന 12ാം പഞ്ചവത്സര പദ്ധതിയുടെ പ്രധാന ലക്ഷ്യമേത്? സുസ്ഥിര വികസനം. 2012 തുടങ്ങി 2017 അവസാനിക്കുന്ന 12ാം പഞ്ചവത്സര പദ്ധതിയുടെ പ്രധാന ലക്ഷ്യമാണ് സുസ്ഥിര വികസനം. സിലിക്കൺ വാലി ഓഫ് ഇന്ത്യ എന്നറിയപ്പെടുന്ന പട്ടണം ബാംഗ്ലൂർ.
സിലിക്കൺ വാലി ഓഫ് ഇന്ത്യ എന്നറിയപ്പെടുന്ന പട്ടണമാണ് ബാംഗ്ലൂർ. മനുഷ്യന്റെ കണ്ണിലെ ലെൻസിന് പ്രകാശം കടത്തിവിടാനുള്ള കഴിവ് നഷ്ടപ്പെടുന്നത് കൊണ്ടുണ്ടാകുന്ന രോഗമാണ് തിമിരം. മനുഷ്യന്റെ കണ്ണിലെ ലെൻസിന് പ്രകാശം കടത്തിവിടാനുള്ള കഴിവ് നഷ്ടപ്പെടുന്നത് കൊണ്ടുണ്ടാകുന്ന രോഗം തിമിരം എന്ന പേരിൽ അറിയപ്പെടുന്നു. കേന്ദ്ര തോട്ടവിള ഗവേഷണ കേന്ദ്രം സ്ഥിതി ചെയ്യുന്ന സ്ഥലമാണ് കാസർഗോഡ്. കേന്ദ്ര തോട്ടവിള ഗവേഷണ കേന്ദ്രം സ്ഥിതി ചെയ്യുന്നത് കാസർഗോഡ്. സുനാമി എന്ന ജാപ്പനീസ് പദത്തിന്റെ അർത്ഥം തുറമുഖ തിരമാലകൾ. സുനാമി എന്ന ജാപ്പനീസ് പദത്തിന്റെ അർത്ഥമാണ് തുറമുഖ തിരകൾ. ആധുനിക ആവർത്തന പട്ടിക സമ്മാനിച്ച ശാസ്ത്രജ്ഞനാണ് മോസ്ലി. ആദ്യത്തെ വാക്സിൻ കണ്ടുപിടിച്ചത് എഡ്വേർഡ് ജെന്നർ. ആദ്യത്തെ വാക്സിൻ കണ്ടുപിടിച്ചത് എഡ്വേർഡ് ജെന്നർ. താഴെ പറയുന്നവയിൽ സൈലന്റ് വാലിയിലൂടെ ഒഴുകുന്ന നദിയാണ് കുന്തിപ്പുഴ. സൈലന്റ് വാലിയിലൂടെ ഒഴുകുന്ന നദി കുന്തിപ്പുഴ. എബോളയുടെ രോഗകാരിയാണ് വൈറസ്. ഇന്ത്യയിലെ ഏറ്റവും വലിയ കണ്ടൽക്കാടുകൾ ഒരു കടുവ സംരക്ഷണ കേന്ദ്രം കൂടിയാണ്. ഇത് ഏത് സംസ്ഥാനത്ത് കാണപ്പെടുന്നു? പശ്ചിമ ബംഗാൾ. ആദ്യത്തെ വാക്സിൻ കണ്ടുപിടിച്ചത് എഡ്വേർഡ് ജെന്നർ. സൈലന്റ് വാലിയിലൂടെ ഒഴുകുന്ന നദിയാണ് കുന്തിപ്പുഴ. എബോളയുടെ രോഗകാരിയാണ് വൈറസ്. ഇന്ത്യയിലെ ഏറ്റവും വലിയ കണ്ടൽക്കാടുകൾ ഒരു കടുവ സംരക്ഷണ കേന്ദ്രം കൂടിയാണ്. ഇത് ഏത് സംസ്ഥാനത്ത് കാണപ്പെടുന്നു? പശ്ചിമ ബംഗാൾ. മലയാളത്തിലെ ആദ്യത്തെ ദിനപത്രം രാജ്യസമാചാരം. മലയാളത്തിലെ ആദ്യത്തെ ദിനപത്രമാണ് രാജ്യസമാചാരം. ഇന്ത്യയിലെ ആദ്യത്തെ ബയോളജിക്കൽ പാർക്ക് അഗസ്ത്യാർകൂടം. ഇന്ത്യയിലെ ആദ്യത്തെ ബയോളജിക്കൽ പാർക്കാണ് അഗസ്ത്യാർകൂടം. കറങ്ങിക്കൊണ്ടിരിക്കുന്ന ഫാൻ ഓഫാക്കിയാലും അല്പസമയം കൂടി കറങ്ങിക്കൊണ്ടിരിക്കുന്നു. ഇതിന് കാരണം ചലനജഡത്വമാണ്. കറങ്ങിക്കൊണ്ടിരിക്കുന്ന ഒരു ഫാൻ ഓഫാക്കിയാലും അല്പസമയം കൂടി കറങ്ങിക്കൊണ്ടിരിക്കുന്നത് ചലനജഡത്വം മൂലമാണ്. 1877 ഇംഗ്ലീഷുകാരനായ ജോൺ മൺറോയും പൂഞ്ഞാർ രാജാവായ കേരളവർമ്മയും തമ്മിലുണ്ടാക്കിയ കരാറിന്റെ ഫലമായി സ്ഥാപിതമായ കമ്പനിയാണ് കണ്ണൻ ദേവൻ. ഇന്ത്യയുടെ ആദ്യത്തെ കൃത്രിമ ഉപഗ്രഹമായ ആര്യഭട്ട വിക്ഷേപിച്ച വർഷം 1975. വൈഫൈയുടെ പൂർണ്ണ രൂപം എന്താണ്? വയർലെസ് ഫിഡിലിറ്റി. വൈഫൈയുടെ പൂർണ്ണ രൂപം വയർലെസ് ഫിഡിലിറ്റി. ജനറേറ്ററിൽ നടക്കുന്ന ഊർജ പരിവർത്തനം ഏതാണ്? യാന്ത്രികോർജത്തെ വൈദ്യുതോർജ്ജമാക്കുന്നു. യാന്ത്രികോർജത്തെ വൈദ്യുതോർജ്ജമാക്കുന്ന ഉപകരണമാണ് ജനറേറ്റർ. ഒരു സസ്യ ഹോർമോണാണ് ഗിബർലിൻ. ബംഗ്ലാദേശിന്റെ ദേശീയ കായിക വിനോദം കബഡി. ബംഗ്ലാദേശിന്റെ ദേശീയ കായിക വിനോദമാണ് കബഡി. ഭൂമിയുടെ ഉപരിതലത്തിൽ ഏറ്റവും കൂടുതലായി കാണപ്പെടുന്ന മൂലകം ഓക്സിജൻ. ഭൂമിയുടെ ഉപരിതലത്തിൽ ഏറ്റവും കൂടുതലായി കാണപ്പെടുന്ന മൂലകമാണ് ഓക്സിജൻ. അഴിമതി തടയുന്നതിന് സെൻട്രൽ വിജിലൻസ് കമ്മീഷൻ എന്ന സ്ഥാപനം രൂപീകരിച്ചത് 1964. അഴിമതി തടയുന്നതിന് സെൻട്രൽ വിജിലൻസ് കമ്മീഷൻ എന്ന സ്ഥാപനം രൂപീകരിച്ചത് 1964 ലോകാരോഗ്യ ദിനമായി ആചരിക്കുന്നത് ഏപ്രിൽ 7. ലോകാരോഗ്യ ദിനമായി ആചരിക്കുന്നത് ഏപ്രിൽ 7. ലോകത്തിലെ ഏറ്റവും ഉയരം കൂടിയ അണക്കെട്ടായ ബക്രാനങ്കൽ പദ്ധതി ഏത് നദിയിലാണ് നിർമ്മിച്ചിരിക്കുന്നത്? സത്ലജ്. ലോകത്തിലെ ഏറ്റവും ഉയരം കൂടിയ അണക്കെട്ടായ ബക്രാനങ്കൽ പദ്ധതി ഏത് നദിയിലാണ് നിർമ്മിച്ചിരിക്കുന്നത്? സത്ലജ്. കേരള കായിക ദിനം ഒക്ടോബർ 13. കേരള കായിക ദിനമാണ് ഒക്ടോബർ 13. നാസി പാർട്ടി എന്നത് ഏതിൻ്റെ ചുരുക്കെഴുത്താണ്? നാഷണൽ സോഷ്യലിസ്റ്റ് ജർമ്മൻ വർക്കേഴ്സ് പാർട്ടി. നാസി പാർട്ടി എന്നാൽ നാഷണൽ സോഷ്യലിസ്റ്റ് ജർമ്മൻ വർക്കേഴ്സ് പാർട്ടി. 1526 പാനിപ്പത്ത് യുദ്ധത്തിൽ ബാബർ പരാജയപ്പെടുത്തിയ ഭരണാധികാരി ആരായിരുന്നു? ഇബ്രാഹിം ലോധി. 1526 പാനിപ്പത്ത് യുദ്ധത്തിൽ ബാബർ പരാജയപ്പെടുത്തിയ ഭരണാധികാരിയാണ് ഇബ്രാഹിം ലോധി. കേരളത്തിന്റെ കായിക ദിനം ഒക്ടോബർ 13. GV രാജയുടെ ഓർമ്മയ്ക്കായാണ് കേരളത്തിൽ കായിക ദിനം ഒക്ടോബർ 13 ആചരിക്കുന്നത്.
പ്രകാശപ്രകീർണനത്തിന് കാരണമായ പ്രതിഭാസം അറിയപ്പെടുന്നത് അപവർത്തനം. പ്രകാശപ്രകീർണനത്തിന് കാരണമായ പ്രതിഭാസം അറിയപ്പെടുന്നത് അപവർത്തനം. താപനിലയുടെ SI യൂണിറ്റ് കെൽവിൻ. താപനിലയുടെ SI യൂണിറ്റ് ആണ് കെൽവിൻ. ഇന്നത്തെ ക്ലാസ് ഇവിടെ അവസാനിക്കുകയാണ്. പാർട്ട് 3യുമായി വേറൊരു ക്ലാസ്സിൽ കാണാം. താങ്ക്